ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചീഞ്ഞു പോകാതെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ കടയിൽ നിന്ന് തക്കാളി വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും പെട്ടെന്ന് തന്നെ ചില സമയങ്ങളിൽ ചീഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇനി മുതൽ നമുക്ക് ഫ്രിഡ്ജിൽ മാത്രമല്ല പുറത്തും തക്കാളി ചീഞ്ഞു പോകാതെ മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിനുള്ള കിടിലൻ 5 ടിപ്പുകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ തക്കാളി നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ട് 10 മിനിറ്റോളം ഞാൻ ഇതിലേക്ക് നമ്മുടെ തക്കാളി മുക്കി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഏത് ടൈപ്പ് പച്ചക്കറികളായാലും വിഷാംശം പോകുന്ന രീതിയിൽ എങ്ങനെ കഴുകി എടുക്കാമെന്നൊരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാൻ വിനാഗിരി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ലതുപോലെ പച്ചവെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്ത തക്കാളി വെള്ളമയമില്ലാത്ത രീതിയിൽ കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം തക്കാളിയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. വെള്ളത്തിൻ്റെ അംശമുള്ളപ്പോഴാണ് നമ്മൾ പുറത്തായാലും അതുപോലെ തന്നെ ഫ്രിഡ്ജിലായാലും സ്റ്റോർ ചെയ്യുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ഏതൊക്കെ രീതിയാണെന്ന് നോക്കാം. ആദ്യത്തെ രീതി വന്നിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പറാണ്. ഞാൻ ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തക്കാളിയും ഈ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്നില്ല. നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ സ്റ്റോർ ചെയ്താലും മാസങ്ങളോളം തക്കാളി ചീഞ്ഞു പോകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. തക്കാളിയിൽ അധികമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഈർപ്പം ന്യൂസ് പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോവുകയോ അതിൻ്റെ സ്കിന്നിനൊക്കെ ചുളിവ് വരികയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ തക്കാളി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ബോക്സാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി. ഈ ഒരു രീതിയിലാണ് തക്കാളി സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. നമുക്ക് കിച്ചൺ കൗണ്ടറിൽ തന്നെ മാസങ്ങളോളം കേടാകാതെ തക്കാളി സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ കുറച്ച് പൊടിയുപ്പാണ് ടിഷ്യൂ പേപ്പറിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കൈ ഉപയോഗിച്ചിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള തക്കാളി സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ തക്കാളിയുടെ ഞെട്ട് ഭാഗം ഉപ്പിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഭാഗം ആ ഒരു ഞെട്ട് ഭാഗമാണ്. അപ്പോൾ അതിൽ ഈർപ്പത്തിൻ്റെ അംശം ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ കൗണ്ടറിൻ്റെ മുകളിൽ തന്നെ മാസങ്ങളോളം തക്കാളി ചീഞ്ഞു പോകാതെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. പേഴ്സണലി എനിക്ക് ഈ ഒരു ടിപ്പാണ് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളത്. കാരണം ഞാൻ തക്കാളി ഫ്രിഡ്ജിനുള്ളിൽ സ്റ്റോർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ തക്കാളി ചീഞ്ഞു പോകാതെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തക്കാളിയുടെ ഈ ഒരു ഞെട്ട് ഭാഗം ഒരു റൗണ്ട് രീതിയിലൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അത് മാറ്റി എടുക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ക്രോസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കട്ട് ചെയ്ത് മാറ്റരുത്, ജസ്റ്റ് ഒരു ക്രോസ് മാത്രം ഈ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബൾക്കായിട്ട് കുറഞ്ഞ വിലയ്ക്ക് തക്കാളി വാങ്ങുമ്പോൾ സ്റ്റോർ ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. 6 മാസത്തിലേറെ നമുക്ക് ഈ ഒരു രീതിയിൽ തക്കാളി കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ തക്കാളി സൂക്ഷിച്ചു വെക്കുന്നത് ഇതുപോലൊരു സിപ്ലോക്ക് ബാഗിലാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളികളെല്ലാം ഇതുപോലെ ഒരു സിപ്ലോക്ക് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ബാഗിൻ്റെ ഒരു വായ്ഭാഗം നല്ലതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം.
അതിനുശേഷം ബാഗിനുള്ളിൽ അധികമായിട്ടുള്ള എയർ ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് നമ്മൾ വലിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സക്ക് ചെയ്തിട്ട് അധികമായിട്ടുള്ള എയർ മാറ്റി നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 6 മാസത്തിൽ മുകളിൽ തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിൽ വേണം അധികമായിട്ടുള്ള എയർ സക്ക് ചെയ്ത് കളയാനായിട്ട്. ഇനി നമുക്കിത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. മാസങ്ങളോളം ഈ ഒരു തക്കാളി ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതി നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച തക്കാളി എടുത്തതാണ്. നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് തക്കാളി. ഇത് നമുക്ക് ഏത് കറിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കറിയിൽ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തണുപ്പ് മാറാനായിട്ട് നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ തക്കാളിയുടെ സ്കിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ മാർക്കറ്റിലൊക്കെ തക്കാളിക്ക് വളരെ വിലക്കുറവുള്ള സമയങ്ങളിൽ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത രീതിയിൽ തക്കാളി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന തക്കാളി ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിൽ അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാനായിട്ട് മറക്കരുത്. ഇവിടെ നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് തക്കാളിയുടെ ജ്യൂസ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചെടുത്ത തക്കാളിയുടെ പൾപ്പ് ഒട്ടും തന്നെ വെള്ളനനവില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ജാറുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കറിക്കും തക്കാളിയുടെ ഈ ഒരു പൾപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളപ്പണികളൊക്കെ വളരെ വേഗത്തിൽ കഴിയുകയും ചെയ്യും. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്ത രീതിയിൽ നമ്മൾ തക്കാളിയുടെ പൾപ്പാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയല്ല. അതിനായിട്ട് ഇതേ തക്കാളി ഒന്ന് ക്രോസ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തക്കാളിയുടെ പൂരി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം കേടാകാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. കട്ട് ചെയ്തെടുത്ത തക്കാളി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ പോയി ഈ ഒരു രീതിയിൽ കിട്ടും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം തക്കാളിയുടെ സ്കിന്നെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാതെ പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു തക്കാളിയുടെ പൂരിയും നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയും നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അടിച്ചെടുത്തിട്ടുള്ള പൂരി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളനനവില്ലാത്ത ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു പൂരി നമുക്ക് 6 മാസത്തിന് മുകളിൽ ഒട്ടും തന്നെ കേടാകാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത 6 സിമ്പിൾ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. ഒപ്പം തന്നെ ഞാൻ ഈ ഷെയർ ചെയ്ത 6 ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.